പുത്രൻ ഈ ജനിച്ചു വീഴുക എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എന്തോ ഒരു ശിശു വീണ പോലെയൊക്കെയാണ് പ്രവാചകൻ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. പിതാവിൽ നിന്ന് ജനിച്ചവനാണ്. പിതാവിന്റെ ഏതെങ്കിലും ഒരു വേടോ ഡീഡോ ഉണ്ടാകുന്നതിന് മുമ്പ് പുത്രനുണ്ട്. മനസ്സിലായോ? പിതാവിന്റെ ഒരു ഡീഡും ഒരു വേടും ഒന്നും പുത്രന് മുമ്പ് ഇല്ല. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിതാവിന്റെ ഒരു വേർഡും ഡീഡും ഇല്ല, അന്നേരം 3 പേരായിട്ട് അവിടെ നിലകൊണ്ട് അത് അങ്ങനെയല്ലേ വരാൻ പറ്റത്തുള്ളൂ. വേർഡും ഡീഡും വരുന്നതിന് മുൻപേ, സകലത്തിനും മുൻപേ പിതാവിൽ നിന്ന് ജനിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അന്നേരം ഈ പറയുന്ന പിതാവായ ദൈവം അവിടെ ഉണ്ട്. പിതാവായ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതിന് മുൻപേ പിതാവ് ഒന്നും തന്നെ സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. എക്സാക്ട്. പക്ഷെ പിതാവിൽ നിന്ന് ജനിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ചോദിച്ചത്. ജനിപ്പിക്കുക അല്ല എന്ന് പറയുമ്പോൾ അവിടെ ഈ പറയുന്ന ഒരു ദൈവമായിരുന്നോ അതോ 3 ദൈവങ്ങളുണ്ടോ? പിതാവിൽ നിന്ന് ജനിച്ചു എന്ന് പറയുമ്പോ ഈ പിതാവ് പുത്രനെ ജനിപ്പിച്ച് പിതാവായതാണെങ്കിൽ പിതാവ് അതിനു മുമ്പ് പിതാവല്ലാത്തൊരു കാലഘട്ടം ഉണ്ടാകണം. അന്നേരം ഈ പിതാവ് ആരായിരുന്നു? ബാച്ചിലർ ആയിരുന്നു. എന്തോ ആയിരുന്നു പുള്ളിയുടെ സ്റ്റാറ്റസ്? അതൊന്ന് പറഞ്ഞു. പിതാവ് അല്ലെങ്കിലും ബാച്ചിലർ, പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബാച്ചിലർ അല്ല, ബാച്ചിലറാണോ വരത്തില്ലേ? ഫാസ്റ്റില് ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോ പിതാവിന് ഒരു എന്താണ് ഒരു ബാച്ചിലറിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേക്കിനും അവിടെ വേറൊരു മനുഷ്യന്റെ രീതി കൊണ്ടുവന്നില്ലേ? ആ ചോദ്യം തന്നെ തെറ്റല്ലേ? ഈ പിതാവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്നാ? ഒന്നും കൂടെ പറഞ്ഞു, കേട്ടില്ല. പുത്രൻ ഉണ്ടല്ലേ പിതാവ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അല്ലെ പുത്രൻ ഇല്ലാത്ത ആളെയാണ് പിതാവ് എന്ന് വിളിക്കുന്നത്. എക്സാക്ട്ലി. അപ്പൊ ഈ നിത്യപിതാവ് പറയേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. നിത്യപിതാവ് എന്ന് പറയുമ്പോ അവിടെ ഒരു നിത്യപുത്രൻ വേണം. നിത്യപുത്രൻ ഉണ്ടെങ്കിലേ നിത്യപിതാവ് ഉണ്ടാകത്തുള്ളൂ. കഴിഞ്ഞ നിത്യപിതാവും നിത്യപുത്രന്റെയും കാര്യമാണ് പറഞ്ഞത്. പുത്രൻ ഈ പറഞ്ഞ പോലെ നശിച്ചു പോവുക അല്ലെങ്കിൽ നിത്യമല്ലാതിരിക്കുക ഒന്നും അല്ല. പുത്രന് നിത്യതയുണ്ട്. ആ കാരണം എന്ന് പറഞ്ഞാൽ അത് ക്രിയേറ്റഡ് അല്ല. പിതാവിൽ നിന്നുണ്ടായിരുന്നത് താൻ വെളിയിൽ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സിൽ താൻ വെളിയിൽ കൊണ്ടുവന്നതിനാലാണ് തന്നെ പുത്രൻ എന്ന് പറയുന്നത് തന്നെ. വെരി ഗുഡ്. അപ്പോ പിതാവിന്റെ ഉള്ളിലിരുന്ന പുത്രനെ പിതാവ് പുറത്തു കൊണ്ടുവന്നു. ശരിയാണോ? അല്ലാതെ എങ്ങനെയാ വരുന്നത്? ശരി, ഞാൻ ചോദ്യം ചോദിക്കട്ടെ. അപ്പൊ പുത്രൻ ഉള്ളിലുള്ള പിതാവും പുത്രൻ ഉള്ളിലില്ലാത്ത പിതാവും എന്ന് പറഞ്ഞ് 2 ടൈപ്പ് പിതാവ്, അതായത് പിതാവിന് മാറ്റം വന്നു, മ്യൂട്ടേഷൻ വന്നു. അപ്പൊ നിങ്ങളുടെ ദൈവശാസ്ത്രത്തിൽ ദൈവത്തിന് അത് പറയത്തത് പോലെ ദൈവത്തിന് മ്യൂട്ടേഷൻ ഉണ്ട്. കാരണം ഒരു കാലഘട്ടത്തിൽ പുത്രൻ പിതാവിന്റെ ഉള്ളിലായിരുന്നെന്നും പിന്നീട് പുത്രൻ പിതാവിന്റെ പുറത്തു വന്നു എന്നും പറയുമ്പോൾ മ്യൂട്ടേഷൻ സംഭവിച്ചു. മ്യൂട്ടേറ്റഡ് ഗോഡാണ്. ഗോഡ് ഈസ് ഇമ്മ്യൂട്ടബിൾ എന്ന് ബൈബിൾ പറയുമ്പോ നിങ്ങളുടെ ദൈവം ഇമ്മ്യൂട്ടബിൾ അല്ല, മ്യൂട്ടബിൾ ആണ്, മ്യൂട്ടേറ്റഡ് ആണ്. ഇപ്പൊ തോമാജന് മനസ്സിലായി എവിടെ പോയി നിന്ന് തോമാജന്റെ പന്ത് കളിച്ച് അപ്പുറത്തെ പറമ്പിൽ പോയി. പറമ്പ് എങ്ങോട്ടാണെന്ന് നോക്കാം പാസ്റ്റർ. നമുക്കിപ്പം ഈ പറഞ്ഞ ഇമ്മ്യൂട്ടബിൾ ഗോഡ്, പിതാവ് ഏകൻ, ആ ഏകനിൽ നിന്ന് പുത്രൻ ജനിക്കുക എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയെന്ന് ഞാൻ ഒരു 5 പ്രാവശ്യം ചോദിച്ചു, താങ്കൾ അത് പറയുന്നില്ല. താങ്കൾ ഇമ്മ്യൂട്ടബിൾ ഗോഡാണ്, അവിടെ യാതൊരു ഒരു മാറ്റവും ഇല്ലാത്ത ദൈവത്തിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിതാവിൽ ജനിച്ച പുത്രൻ എങ്ങനെ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അത് ഇതുവരെ അഡ്രസ് ചെയ്തിട്ടില്ല. അതിനെ പറഞ്ഞിട്ട് താങ്കൾ പറഞ്ഞു. കാരണം വെച്ചാൽ എല്ലാത്തിനും മുൻപേ ഉണ്ടായിരുന്നു, അന്ന് തന്നെ 3 ദൈവങ്ങൾ ഉണ്ടായിരുന്നു. അത് വേറെ വേറെ സെപ്പറേറ്റ് ആയിരുന്നെങ്കിൽ 3 ദൈവങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന് താങ്കൾ പറയണം. വിശ്വാസ പ്രമാണത്തിന്റെ ആദ്യത്തെ ലൈൻ താങ്കൾ വെട്ടിക്കളയണം. പറഞ്ഞു. അങ്ങനെയല്ല. പിതാവ് സോഴ്സ് ആയിരിക്കെ പിതാവിൽ നിന്ന് ജനിച്ച പുത്രനും പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവും, ആത്മാവിന്റെ പുറപ്പാട് നിത്യപുറപ്പാടാണ്, പുത്രന്റെ ജാതത്വം നിത്യജാതത്വമാണ്, പിതാവിന്റെ പിതൃത്വം നിത്യപിതൃത്വമാണ്. അതുകൊണ്ട് നിത്യപിതാവും നിത്യപുത്രനും നിത്യാത്മാവും. നിത്യാത്മാവെന്നാണ് എബ്രാഹിം പറയുന്നത്. ഇറ്റേണൽ സ്പിരിറ്റ്, ഇറ്റേണൽ സൺ ആൻഡ് ഇറ്റേണൽ ഫാദർ. ഇതാണ് ഞങ്ങളുടെ വിശ്വാസം.
അപ്പൊ അവിടെ പിതാവിന്റെ ഉള്ളിൽ പുത്രൻ ഇരിക്കുകയായിരുന്നെന്നും പിതാവ് പുത്രനെ പുറത്തോട്ട് ചാടിച്ചെന്നും ഒക്കെ പറയുമ്പം മ്യൂട്ടേഷൻ സംഭവിച്ചു. അപ്പൊ അങ്ങനെ ഒരു ദൈവത്തിന് മ്യൂട്ടേഷൻ വന്നിട്ടില്ല. എല്ലാ കാലത്തും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിത്യമായി നിലനിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ തോമാച്ചൻ ആദ്യം അത് എഗ്രി ചെയ്തു, ചോദിച്ചു വന്നു കഴിഞ്ഞപ്പം വേറൊരു പരുവത്തിലായി എന്നുള്ളതേ ഉള്ളൂ.